ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 സെപ്റ്റംബർ 28 നടക്കുന്ന ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്നവർക്കായി പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ ഇതിനു മുൻപത്തെ വീഡിയോയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉത്തരങ്ങളുടെ ബൈബിൾ സൂചനകൾ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം: യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് എങ്ങനെയുള്ളവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്ന ലേഖനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം സി, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി. രണ്ടാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ എപ്രകാരമായിരിക്കാനാണ് ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്? ശരിയുത്തരം എ, പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. മൂന്നാമത്തെ ചോദ്യം: ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് എന്താണ് കൈവന്നിരിക്കുന്നത്? ശരിയുത്തരം ബി, രക്ഷ. നാലാമത്തെ ചോദ്യം: ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ എന്തിനു വേണ്ടി ജീവിക്കുന്നതിനാണ് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്? ശരിയുത്തരം ബി, മഹത്വത്തിനും സ്തുതിക്കും. അഞ്ചാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഡാഷ്. ശരിയുത്തരം എ, പരിശുദ്ധാത്മാവ്. ആറാമത്തെ ചോദ്യം: എന്തിൻ്റെയെല്ലാം ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവം തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ഡി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും. ഏഴാമത്തെ ചോദ്യം: ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ ദൈവത്തിൽ പ്രവർത്തിച്ചത് ഏതു ശക്തിയാണ്? ശരിയുത്തരം സി, അപരിമേയമായ ശക്തി. എട്ടാമത്തെ ചോദ്യം: ഡാഷ് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. ശരിയുത്തരം ഡി, സഭ. ഒൻപതാമത്തെ ചോദ്യം: അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ എന്തിനെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം സി, അന്തരീക്ഷ ശക്തികളുടെ അധീശനെ. പത്താമത്തെ ചോദ്യം: നമ്മൾ എന്തുവഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം എ, പാപം വഴി. 11ാമത്തെ ചോദ്യം: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ഡാഷാണ്. ശരിയുത്തരം ബി, ദൈവത്തിൻ്റെ ദാനം. 12ാമത്തെ ചോദ്യം: നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്? ശരിയുത്തരം ബി, സൽപ്രവൃത്തികൾക്കായി. 13ാമത്തെ ചോദ്യം: എന്തിൻ്റെയെല്ലാം ആധിപത്യമാണ് ക്രിസ്തു തൻ്റെ
ശരീരത്തിലൂടെ ഇല്ലാതാക്കി എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ഡി, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും. 14-ാമത്തെ ചോദ്യം, വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം എ, സമാധാനം. 15-ാമത്തെ ചോദ്യം, ഇനിമേൽ എഫേസോസുകാർ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും എവിടത്തെ അംഗങ്ങളുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ബി, ദൈവഭവനത്തിലെ. 16-ാമത്തെ ചോദ്യം, എഫേസോസുകാർക്ക് വേണ്ടി എന്തു കൈകാര്യം ചെയ്യാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്? ശരിയുത്തരം സി, ദൈവകൃപ. 17-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും എന്തിലെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണ്? ശരിയുത്തരം ഡി, ഒരേ ശരീരത്തിൻ്റെ. 18-ാമത്തെ ചോദ്യം, വിജാതീയരോട് ക്രിസ്തുവിൻ്റെ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ഡി, ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച്. 19-ാമത്തെ ചോദ്യം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും എന്തിനു സാധിക്കുമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം സി, ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന്. 20-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകൾ അവരുടെ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ബി, മഹത്വം. 21-ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നിങ്ങൾ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നുമാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? ശരിയുത്തരം എ, സ്നേഹത്തിൽ. 22-ാമത്തെ ചോദ്യം, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ എന്തിനാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് ആശംസിക്കുന്നത്? ശരിയുത്തരം എ, സമ്പൂർണതയാൽ. 23-ാമത്തെ ചോദ്യം, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എപ്രകാരം വർത്തിക്കുവിനെന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം സി, സഹിഷ്ണുതയോടെ. 24-ാമത്തെ ചോദ്യം, എന്തെല്ലാമാണ് ഒന്നേയുള്ളൂ എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം ഡി, ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. 25-ാമത്തെ ചോദ്യം, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ എന്തിന് അനുസൃതമായാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത്? ശരിയുത്തരം ബി, ദാനത്തിന്. 26-ാമത്തെ ചോദ്യം, ക്രിസ്തു ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകിയത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും മറ്റെന്തിനു വേണ്ടിയും കൂടിയാണ്? ശരിയുത്തരം സി, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. 27-ാമത്തെ ചോദ്യം,
തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്നതാര്? ശരി ഉത്തരം എ. ശിശുക്കൾ. 28-ാമത്തെ ചോദ്യം. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ശരി ഉത്തരം സി. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ. 29-ാമത്തെ ചോദ്യം. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ മനസ്സ് മരവിച്ച് എന്തിനാണ് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകുകയും ചെയ്തത്? ശരി ഉത്തരം ബി. ഭോഗാസക്തിക്ക്. 30-ാമത്തെ ചോദ്യം. നിങ്ങളുടെ എന്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ എന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരം എ. പഴയ ജീവിത രീതിയിൽ. 31-ാമത്തെ ചോദ്യം. നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ബി. സൂര്യൻ അസ്തമിക്കുന്നതുവരെ. കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുമെന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരം സി. ആത്മീയ ചൈതന്യം. 33-ാമത്തെ ചോദ്യം. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരം പെരുമാറുവിനെന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ഡി. ഹൃദയാർദ്രതയോടെ. 34-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ഡി. വത്സല മക്കളെ പോലെ. 35-ാമത്തെ ചോദ്യം. ആർക്കെല്ലാമാണ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിനെന്ന് പൗലോസ് ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ബി. 1ഉം 3ഉം. അതായത് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും. 36-ാമത്തെ ചോദ്യം. എന്തിൻ്റെ ഫലമാണ് സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത്? ശരി ഉത്തരം സി. പ്രകാശത്തിൻ്റെ. 37-ാമത്തെ ചോദ്യം. എന്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ അവയെ കുറ്റപ്പെടുത്തുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം എ. അന്ധകാരത്തിൻ്റെ. 38-ാമത്തെ ചോദ്യം. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ എന്തു മനസ്സിലാക്കുവിനെന്നാണ് എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം എ. അഭീഷ്ടം എന്തെന്ന്. 39-ാമത്തെ ചോദ്യം. എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിനെന്ന് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ബി. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. 40-ാമത്തെ ചോദ്യം. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ഡാഷ് ആണ്? ശരി ഉത്തരം സി. ശിരസ്. 41-ാമത്തെ ചോദ്യം. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും എന്തു ചെയ്യാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തു? ശരി ഉത്തരം എ. വിശുദ്ധീകരിക്കാൻ. 42-ാമത്തെ ചോദ്യം. ഭർത്താവ് ഭാര്യയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് എന്തുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം എ. ക്രിസ്തു
സഭയെ എന്ന പോലെ. 43-ാമത്തെ ചോദ്യം, കുട്ടികളോട് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം സി, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. 44-ാമത്തെ ചോദ്യം, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? ശരി ഉത്തരം ഡി, പിതാക്കന്മാരോട്. 45-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ ഭൃത്യന്മാരോട് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ആരിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ഡി, കർത്താവിൽ നിന്ന്. 46-ാമത്തെ ചോദ്യം, ആരുടെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ബി, സാത്താൻ്റെ. 47-ാമത്തെ ചോദ്യം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ എന്തിനൊരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം സി, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള. 48-ാമത്തെ ചോദ്യം, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന എന്തിൻ്റെ പരിചയം എടുക്കുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം ഡി, വിശ്വാസത്തിൻ്റെ. 49-ാമത്തെ ചോദ്യം, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം എപ്രകാരം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ശരി ഉത്തരം സി, ധൈര്യപൂർവം. 50-ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്ത് ആശംസിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹായുടെ ലേഖനം അവസാനിക്കുന്നത്? ശരി ഉത്തരം ഡി, കൃപയും നിത്യജീവനും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ച സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. താങ്ക് യു.